ഹലോ ഫ്രണ്ട്സ്, രാവിലെ എഴുന്നേറ്റ് ഇപ്പം നല്ല കാറ്റ് കേട്ടോ, കണ്ടോ റബ്ബറൊക്കെ ആടി ഉലയുകയാണ്. ഇന്നൊരു യാത്രയുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. വേറെ എങ്ങുമല്ല, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിലേക്ക് തന്നെ യാത്ര. ബാ ബാ കുഞ്ഞു. യാത്ര പോവുകയാണെങ്കിലും കൂടി നമ്മുടെ മുറ്റത്ത് വിരിഞ്ഞ പൂക്കളെ കാണാതൊരു സന്തോഷമില്ല കേട്ടോ. അങ്ങനെ എൻ്റെ റോസാപ്പൂക്കൾ ആണ് ഇതെല്ലാം. റോസ് എൻ്റെ ഫേവററ്റാണ് കേട്ടോ. പിന്നെ തലവേദനയൊക്കെ ഉള്ള സമയത്ത് ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ, നല്ലപോലെ ഇത് സ്മെല്ല് ചെയ്യുന്ന നല്ല റിലീഫാണ് കേട്ടോ. സത്യമായിട്ടും നല്ല റിലീഫാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ ഫ്രണ്ട്സ്. തലവേദനയൊക്കെ നമ്മൾ വെയിലൊക്കെ കൊണ്ടിട്ടുള്ള തലവേദന കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ റോസാപ്പൂക്കളെയൊക്കെ കണ്ട് രാവിലെ വെള്ളമൊക്കെ ഒഴിച്ച് സംഭവം. അപ്പോൾ ഞങ്ങൾ യാത്ര പോവാണ് കേട്ടോ ഫ്രണ്ട്സ്. കുറേ നാൾ കൂടി ആദ്യമായിട്ട് എൻ്റെ ബർത്ത്ഡേക്കാണ് കേട്ടോ ഞാൻ സാരി ഉടുക്കുന്നത്. അങ്ങനെ വീണ്ടും ഇന്ന് കല്യാണത്തിന് സാരി തന്നെ ഉടുക്കാമെന്നാണ് വിചാരിച്ച് സാരി ഉടുത്തു. അപ്പോൾ കല്യാണ മണ്ഡപത്തിലെത്തി. അവിടെ നിന്ന് ഞാൻ ഒരു നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടം പോലൊരു സംഭവം സെറ്റ് ചെയ്തിരുന്നു കേട്ടോ. അവിടെ ഉള്ളതാണത്. അത് വീഡിയോ എടുത്തു കേട്ടോ, പക്ഷെ അത് മിസ്സായിപ്പോയി കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ എല്ലാമൊക്കെ എടുത്തെടുത്ത് അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ കല്യാണത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. അത് പിന്നെ അവരുടെ പ്രൈവസിയുടെ ഇതായതുകൊണ്ട് ഞാൻ എടുത്തില്ല. മണ്ഡപം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇനി സദ്യ കഴിക്കണ്ടേ. കുറേ നാളായി കേട്ടോ ഒരു കല്യാണം കൂടിയിട്ടൊക്കെ സദ്യ കഴിച്ചിട്ടൊക്കെ, കുറച്ചധികം മാസങ്ങളായി. അപ്പോൾ ദിവസം ഞങ്ങളിവിടെ താഴെ വന്നിരിക്കുകയാണ് കേട്ടോ. ഇനി സദ്യ കഴിക്കാം. അപ്പോൾ വരൂ ഫ്രണ്ട്സ്. പപ്പടം, പഴം, പായസമൊക്കെ കൂട്ടി അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു. ഇവിടെയൊക്കെ എല്ലാവരുമൊക്കെ ഇരിക്കുന്നതേ ഉള്ളൂ. കണ്ടോ എല്ലാവരുമൊക്കെ വരുന്നു, കഴിക്കുന്നു. അപ്പോൾ 3 തരം പായസമൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. അതിൽ അടപ്രഥമനാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ അടപ്രഥമനും സേമിയ പായസവുമാണ് ഞാൻ വാങ്ങി കഴിച്ചത്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നല്ലേ, നമുക്കൊരു പടവും കൂടി വരച്ചാലോ. നമുക്ക് പൊന്നുകുട്ടന് വാങ്ങിയ സ്ലേറ്റിൽ ആമയുടെ പടം വരയ്ക്കുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇങ്ങനെ ആമയെ വരക്കാം കേട്ടോ. റാ ഉപയോഗിച്ച് നമുക്ക് ആനയൊക്കെ വരക്കാം. ആമയൊക്കെ വരക്കാം. അങ്ങ് നോക്കിക്കോ, കാല്, കൈ എല്ലാം വരച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് വേറൊരു ദിവസം യാത്ര പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ സ്ലൈറ്റ്. നല്ല അങ്ങനെ നമ്മുടെ ആമക്കുട്ടൻ റെഡിയായിരിക്കുന്നു. ആമ പോലെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ, സീ യു. വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗേറ്റിൻ്റെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന സുന്ദരി കണ്ടോ, സുന്ദരികൾ.